സിംഹമല്ല കാട്ടിലെ ഏറ്റവും വേഗത കൂടിയ ജീവി. ഏറ്റവും ഉയരമുള്ള ജീവി സിംഹമല്ല. ഏറ്റവും ബുദ്ധി കൂടിയ ജീവിയും സിംഹമല്ല. പക്ഷേ ഈ പറഞ്ഞ മറ്റ് ജീവികൾ സിംഹത്തെ കാണുമ്പോൾ ഭയന്നോടും. എന്തുകൊണ്ട്? കാരണം വേറൊന്നുമല്ല, പറക്കൽ ചാത്തടാ, പ്രാതക്കൊട്ട ചാത്തടാ, തള്ളയോളി. നീ ഒരാണാണെങ്കിൽ ഒരു ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണ് നീയെങ്കിൽ, എടാ തള്ളയോളി, നീ മെൻഷനടി. എന്നെ ഒരു മെൻഷനെങ്കിലും എന്നെ കുറച്ച് പ്രതീക്ഷിക്കണ്ട. എൻ്റെ മെൻഷനെല്ലാം ലോങ് ആയിരിക്കും. മെൻഷൻ കാറ്റി അടിക്കുക ആവതം ആംബിയർ നിനക്ക് നിന്റെ തന്തയ്ക്കും ഉണ്ടെങ്കിൽ, നിനക്ക് അതിൻ്റെ പിടുക്കബലം ഉണ്ടെങ്കിൽ, നട്ടലുണ്ടെങ്കിൽ, ഒരു തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ, അണ്ടി കുറപ്പുണ്ടെങ്കിൽ, തള്ളയോളി നിനക്ക് എൻ്റെ ഗ്രൂപ്പ് ഇട്ടിട്ടുണ്ട്. നീ കുറേ കുണച്ച് തുടങ്ങി. ആ ഗ്രൂപ്പിലൊന്നും ചാർലി വന്ന് മെൻഷൻ അടിക്കില്ല. കാരണം നിന്റെ തന്തയില്ലായ്മ 3 വട്ടം എൻ്റെ കണ്ണാലെ ഞാൻ കണ്ടതാണ്, ഞാൻ അനുഭവിച്ചതാണ്. കാരണം നിന്നെ ചവിട്ടാൻ എനിക്ക് വയ്യെങ്കിൽ പോലും പിന്നെ നിന്നെ വെല്ലുവിളിക്കുകയാണ്. തൊള്ളയോട് ഒരു തന്തയ്ക്ക് പറഞ്ഞവനാണ് നീയെങ്കിൽ എൻ്റെ മെൻഷന് 1% കുറയ്ക്കാതെ എന്നെ ഒന്ന് റിപ്പ് കൂട്ടാൻ നീ ശ്രമിക്കും. അല്ലെങ്കിൽ നീ എന്നെ ഒന്ന് തോൽപ്പിക്കാൻ ശ്രമിക്കും. നീ പറയണ ഞാൻ ചെയ്യും. പക്ഷെ ഞാനാണ് തിരിച്ച് ചെയ്യുന്നെങ്കിൽ വേറെ ഒന്നുമില്ല. നീ ഒന്ന് എറണാകുളത്ത് വന്നാൽ മാത്രം മതി. അത് നീ കൂട്ടാണ്ട ആൾക്കാരെ കൂട്ടിയാണെങ്കിൽ അങ്ങനെ, ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക് എന്നു കൂടെ പറഞ്ഞാൽ അടുത്ത മാസം 12-ാം തീയതി ഒരു അണ്ടിക്കുറപ്പുള്ളവനാണെങ്കിൽ നീ വാ. അപ്പം അറിയാം നിന്നെ ഞാൻ എന്ത് ചെയ്യും. കിട്ടിക്കഴിഞ്ഞ തള്ളയോളി എൻ്റെ ഒരിടിക്ക് നീ ചത്തു. അത് മാത്രം കണക്കൂട്ടിയത്. ഒരു കൂടുതലൊന്നും ഞാൻ അതിന് ഇടിക്കുന്നു. കൂടിപ്പോൾ ഒരു 3 ഇടി. അതിൽ 1 ഇടി തന്നെ നിനക്ക് താങ്ങാൻ പറ്റില്ലല്ലോ ഉള്ള കാര്യം പറയാൻ മക്കളെ. എനിക്ക് ഇത്രയേ ഉള്ളൂ. നിന്നെ ഞാൻ തോപ്പിക്കണമെങ്കിൽ നീ ആണത്തോടുകൂടി അണ്ടിക്കുറപ്പുള്ളവനാണെങ്കിൽ എറണാകുളത്ത് വാ. നമുക്ക് നേരെ കലാശിക്കാം, തീക്കാം. ഈ കണക്ക് അന്നുകൊണ്ട് തീക്കണം പോലെ ആ ഒരു ഇതും കൂടെ കണക്കിനടുത്താണ് ഞാൻ പറഞ്ഞത്. നീ എറണാകുളത്ത് വാ. ഞാൻ എന്തായാലും 10-ാം തീയതി മുതൽ 12-ാം തീയതി വൈകുന്നേരം വരെ ഞാൻ എറണാകുളത്ത് കാണും. അതിനുശേഷമേ ഞാൻ TVMലേക്ക് വണ്ടി കയറുള്ളൂ. ആംബിയർ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒന്ന് മീറ്റപ്പ് ചെയ്യാം. നീ ആണത്തുണ്ടെങ്കിൽ വാ കേട്ടാ. പിന്നെ മക്കളെ, നാളത്തെ മെൻഷൻ എന്നെ രാവിലെ നീ അങ്ങ് ഊമ്പൂന്നൊക്കെ പറഞ്ഞ് ഞാൻ രാവിലെ ഉറക്കുവാണെങ്കിൽ ഞാൻ ഉണർന്ന് ഞാൻ മെൻഷൻ അടിക്കും. അതുവരെയും നീ ഇറങ്ങി ഓടല്ലേ. പിന്നെ മെൻഷൻ അടിക്കും മുമ്പേ നീ നാളെ എന്നെ ഉരുക്കുമെന്നാണ് 10 പേരുടെ മുമ്പിൽ പറഞ്ഞെങ്കിലും ആ ഒരു ഗഡ്സ് നിനക്കുണ്ടെങ്കിൽ നീ എൻ്റെ ഗ്രൂപ്പിലോട്ട് കയറി വാടാത്തുള്ളേ ഓടി. എന്നിട്ട് നീ അവിടെ വന്ന് എന്നെ ഉണ്ടാക്കി കാണിക്കും. നിന്റെ പ്രാതക്കൊട്ട ചാത്തനെ ഇനി എനിക്ക് തെറിക്കേണ്ട ആവശ്യകത ഇല്ലെങ്കിൽ കൂടി ഇല്ല. എന്നാലും നിന്നെ ഞാൻ തെറിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഞാൻ റീഎൻട്രി അടിച്ചിട്ട് വന്നിട്ട് എനിക്കൊരു അരം വേണ്ടടാ തള്ളയോടി. നീ വരണം. നീ ആ ഗ്രൂപ്പിലിടെ. നിനക്ക് പുലിക്കാട്ടി തറവാട്ടിൻ്റെ വാർസോണി വരാൻ വയ്യെങ്കിൽ വേണ്ട. നിനക്ക് വേണ്ടി നേരത്തെ നീ കിടന്ന ഒരു ഗ്രൂപ്പിൽ ലെഫ്റ്റ് അടിച്ച് ഓടിയല്ല. ഞാൻ കുറേ ഡയലോഗ് അടിച്ച് കുറേ കഴിഞ്ഞ് നീ ആരടുത്തൊക്കെ എന്തൊക്കെ ഗുണ പറഞ്ഞിട്ട് ലെഫ്റ്റ് അടിച്ച് ഓടി. ആ ഗ്രൂപ്പിൽ കയറി വാ. ആ ഗ്രൂപ്പിൻ്റെ ലീലാവിലാസങ്ങൾ ഞാൻ യൂട്യൂബിൽ നിങ്ങളെ എല്ലാവരെയും കാണിക്കുന്നുണ്ട്. ആണത്തുണ്ടെങ്കിൽ മക്കൾ വരി കയറി വാ. ഇല്ലെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങോട്ട് വാ. നീ ഞാൻ 1000 ഗ്രൂപ്പല്ല 10,000 ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്താലും അവിടെ ഞാൻ വരില്ല. നിന്റെ തന്തയില്ലായ്മ എനിക്കും കൊലാട്ട ഇടത്തിലെ ഒക്കെയെന്ന് വെച്ചാൽ ഒരുവിധപ്പെട്ട എല്ലാവർക്കും നിന്റെ തന്തയില്ലായ്മ അറിയാം. എല്ലാ അണ്ടി കൂടെ നിന്ന് കുറച്ച് ദിവസം വായിട്ട രസം അറിയാം. മനസ്സിലായി? അതുകൊണ്ട് മക്കള് ആണത്വവും അണ്ടിക്കുറപ്പും നിനക്കുണ്ട് എങ്കിൽ മക്കളെ നീ വാ. എവിടെ? ഗ്രൂപ്പിൽ കയറി വാ. അതിന് അണ്ടിക്കുറപ്പില്ലെങ്കിൽ നീ നേരെ വാ. അതാണ് നിന്റെ ആണത്വം. നിനക്കെന്താ? നിനക്ക് എറണാകുളം വരാൻ പേടിയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, തിരുവനന്തപുരത്ത് വാ. ഇല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിനക്ക് പേടിയാണെങ്കിൽ നീ ആലപ്പുഴ വാ. അതിനേക്കാൾ നല്ലത് നിന്റെ അവിടെ നിന്ന് എൻ്റെ അവിടെ നിന്ന് കറക്റ്റ് ദൂരം വരുമ്പോഴത്തേക്ക് എറണാകുളമാണ് കറക്റ്റ് സെൻറ്റർ. എറണാകുളത്ത് വാ. വെടിപ്പായിട്ട് കലാശിക്കും കേട്ടോ. നിന്നെ അടിക്കാൻ വേറെ എൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒരുത്തൻ്റെ കൈ പൊങ്ങൂല. എൻ്റെ കൂട്ടത്തിൽ നിന്ന് വലിയ ആരും കാണൂല. ഞാൻ അവിടെ ഒരു ആഘോഷത്തിൻ്റെ പരമായിട്ടാണ് വരുന്നത്, ഒരു എൻജോയ്. അപ്പം നിനക്ക് ആംബിയർ ഉണ്ടെങ്കിൽ നീ വാ. നിന്നെ ഞാൻ കാണും. അന്നത്തെ ദിവസം ആ എറണാകുളത്ത് പറഞ്ഞ ദിവസം ആരെങ്കിലും ഒന്ന് കിട്ടാൻ കാത്തിരുന്ന് പിന്നെ ആയ എനിക്ക് അത്രയും നല്ലത്. മനസ്സിന് സന്തോഷം കിട്ടും. എൻ്റെ ഒരു നല്ലൊരു ദിവസമാണ്. അതും ആഘോഷിക്കാനാണ് ഞാൻ അങ്ങോട്ട് വരുന്നത്. അതിനിടയിൽ എനിക്ക് സമാധാനവും തൃപ്തിയാവും സന്തോഷവും. ആവതും ആംബിയറും അണ്ടിക്കുറപ്പുണ്ടെങ്കിൽ പക്കല.